5, 4, 3, 2, 1, 0. And we have liftoff of Vikram-1, India's first private orbital launch vehicle. Normal. And we have great views coming from the tracking cameras. And isn't this Vikram-1 കുതിച്ചുയർന്നിരിക്കുന്നു. अपनी उड़ान भर ली है। प्रथम चरण का प्रज्वलन प्रारंभ हो चुका है। विक्रम-1 ने प्रक्षेपण पथ को लांघकर आकाश को भेदने का निर्णय ले लिया है, एक ब्रह्मास्त्र की तरह। That's very true, Suyash and Akhil. I am awestruck at the sheer power that stage 1 is producing. With this, we have two of our major prime mission objectives completed, which was successful ignition and saved our clearance. വിജയകരമായി we are coming up on max Q now, which is the period നടപ്പാക്കിയിരിക്കുകയാണ്. of maximum aerodynamic വിക്രം-1 കുതിച്ചു പോകുന്ന pressure, where കാഴ്ചയാണ് the കാണുന്നത്. vehicle faces its largest aerodynamic loads as it flies through the വിക്രം zone സാരാഭായിയുള്ള at Mach 1.5 ആദരസൂചകമായാണ് at an വിക്രം-1 എന്ന altitude of nearly പേരിട്ടിരിക്കുന്നത്. 9 kilometers. विक्रम-1 ने सफलतापूर्वक मैक्स क्षेत्र पार कर लिया है और दल का ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു സുവർണ അധ്യായം കുറിച്ചിരിക്കുകയാണ്. വിക്രം-1 വിക്ഷേപണം വിജയകരമായി കുതിച്ചു പൊങ്ങിയിരിക്കുന്നു. आगे बढ़ रहा है और हमें श्रीहरिकोटा व पोर्ट ब्लेयर पृथ्वी स्टेशन से मजबूत दूर संकेत मिल रहे हैं, जो बहुत ही अच्छी खबर है। That's right. We are at a downrange distance of 22 kilometers with an altitude of 34 kilometers. And on your screens right now are excellent onboard camera views from the vehicle. And we can also see quite nominal chamber pressure values on the MCC screen. The vehicle is currently at an altitude of 50 kilometers. और यहाँ पे प्रथम चरण का प्रतिकरण हो चुका है और द्वितीय चरण का प्रज्वलन भी प्रारंभ हो चुका है। This is quite a major achievement for the nation, with the vehicle successfully separating stage 1 and the ignition of stage 2 as well. സായികുമാർ ഈ വിജയകരമായ വിക്ഷേപണം എന്ന് പറയാറായി എന്ന് തോന്നുന്നു അല്ലേ? അതെ, അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് സ്മൃതി ഇപ്പോൾ അവിടെ കാണുന്നത്. ശാസ്ത്രജ്ഞരുണ്ട്, മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ശാസ്ത്രജ്ഞർക്ക് അതിന്റെ ആദ്യ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞു. അതെ, വളരെ പെട്ടെന്ന് തന്നെ അത്തരം നടപടികൾ ഉണ്ടാകും. വിക്ഷേപിച്ച് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ വേർപെടൽ പ്രക്രിയ ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു. അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന്റെ അടക്കം ദൃശ്യങ്ങൾ ഇപ്പോൾ അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. എല്ലാം വിജയകരമായി തന്നെ, ഇതുവരെ എല്ലാം വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ഒരു അറിയിപ്പ് തന്നെയാണ് സ്കൈറൂട്ട് നൽകുന്നത്. അതിന്റെ ഒരു ആഹ്ലാദവും സന്തോഷവും ആഹ്ലാദ പ്രകടനവുമാണ് ഇപ്പോൾ ആ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ശാസ്ത്രജ്ഞരുടെയും അവിടെ എത്തിയിട്ടുള്ള, ഇതിന് സാക്ഷികളാകാൻ എത്തിയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വരികയും ചെയ്യുന്നത്. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിടുകയാണ് ഇപ്പോൾ രാജ്യം എന്ന് പറയേണ്ടി വരും. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിക്ഷേപണ വാഹനമായ വിക്രം-1 ആണ് ഇപ്പോൾ ഭ്രമണപഥത്തിൽ നിന്ന് കുതിച്ച് ഉയർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം ഇതിൽ ആശംസകൾ നേർന്നിരുന്നു. ഇനി അങ്ങോട്ട് വളർച്ചയുടെ അതിവേഗ പാതയിൽ, ഒരുപക്ഷെ റോക്കറ്റ് കുതിക്കും വേഗതയിൽ തന്നെ ബഹിരാകാശ മേഖലയിൽ ഒരു ചരിത്ര കുതിപ്പ് രാജ്യം നടത്തുന്നതിന്റെ ഒരു തുടക്കമായി ഇത് മാറാൻ പോവുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു പൂർത്തീകരണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരത്തെ 11:30 വിക്ഷേപണം നിശ്ചയിച്ചിരുന്നെങ്കിലും അല്പം താമസം അതിലുണ്ടായി. അതങ്ങനെ ഒരു കാര്യമായിട്ടുള്ള സാങ്കേതിക പ്രശ്നമായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു. കൃത്യം 12:05 തന്നെ രണ്ടാമത്തെ കൗണ്ട് ഡൗൺ പൂർത്തിയാക്കി വിക്രം-1 കുതിച്ച് ഉയർന്നു. അതിന്റെ ആദ്യ പാതയിൽ എല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് സ്കൈറൂട്ട് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഇനി കൂടുതൽ ശക്തമാകാൻ പോവുകയാണ്. വലിയ മത്സരാധിഷ്ഠിത മേഖലയായി ഇത് മാറുമ്പോൾ അവിടെ ഇന്ത്യ കൂടി ചരിത്രം കുറിക്കുന്നു. ഇന്ത്യ കൂടി ഇന്ത്യയുടെ ഇടം കണ്ടെത്തുന്നു എന്ന വലിയ ഒരു പ്രത്യേകത പോലുള്ള കമ്പനികൾ ചെറു ഉപഗ്രഹങ്ങളുടെ ശൃംഖലകൾ സ്ഥാപിക്കാൻ മത്സരിക്കുന്ന സമയമാണ്. അവിടെ ഇന്ത്യക്ക് കൂടി ഒരു സ്ഥാനം ലഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കുറഞ്ഞ ചെലവിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വിക്ഷേപിച്ചതാണ് വിക്രം-1 എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യ വിപണിയിൽ വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് രാജ്യത്തിനുള്ളത്. വിക്രം-1ന്റെ വിജയം ഈ രംഗത്ത് ഇന്ത്യക്ക് വലിയൊരു മേൽക്കൈ സമ്മാനിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.